കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. നാടൻ കാച്ചിൽ പുഴുക്ക്. ഇത് കപ്പപ്പുഴുക്ക് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റായ ഒരു കാച്ചിൽ പുഴുക്ക്. ഇപ്പോഴൊന്നും നമ്മുടെ വീടുകളിലൊന്നും കാച്ചിൽ അങ്ങനെ കാണാറില്ല. നേരത്തെയൊക്കെ നമ്മുടെ മിക്കവാറും വീടുകളിലൊക്കെ കാച്ചിൽ കൃഷി ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പം മാർക്കറ്റിലൊക്കെ മിക്കവാറും കിട്ടുന്ന ഒന്നാണ് കാച്ചിൽ. കാച്ചിൽ പല 2-3 സൈസുണ്ട്. എല്ലാം നല്ല കാച്ചിലാണ് പുഴുങ്ങിയെടുക്കാനായിട്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. മീൻകറി കൂട്ടി കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. മുളക് പൊട്ടിച്ചും കഴിക്കാം. എന്തൊക്കെ ചേർത്താണ് ഈ നാടൻ കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് കാച്ചിൽ 2.5 കിലോ തൂക്കം വരുന്ന ഒരു കാച്ചിൽ. ഈ കാച്ചിൽ 2-3 സൈസുണ്ട്. അതിൽ വെള്ള കാച്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്. ഇനി അതിൻ്റെ അരപ്പിനായിട്ട് 1.5 കപ്പ് തേങ്ങ, ഇത് 10-12 ചുവന്നുള്ളി, ഇത് താളിക്കാനായിട്ട് അരയ്ക്കാനും കൂടെ കൂടിയുള്ളതാണ്. 5 വെളുത്തുള്ളി അല്ലി ചെറുതാക്കി വെച്ചിരിക്കുന്നത്, 7 പച്ചമുളക്. ഇത് അധികം എരിവില്ല, അതിന് ഈ പച്ചമുളകും ഒക്കെയാണ് എരിവ് കൊടുക്കുന്നത്. കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്. താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില. പിന്നെ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. നമുക്കിത് ചെത്താനായിട്ട് അത് ഇതിൻ്റെ ഈ ഭാഗമൊന്ന് മുറിച്ച് കളയാം. ഇതാണ് ഈ കാച്ചിലിൻ്റെ കളറ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ കാച്ചിൽ തൊലി ചെത്തണം. ഇച്ചിരി കടുപ്പത്തിൽ ചെത്തിക്കളയണം. ഇതിന് തൊലിക്ക് നല്ല കട്ടിയുള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ ഈ ചുമന്ന തൊലിയും കൂടെ നമ്മൾ എടുത്ത് കളയണം. അത് നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റിയില്ല. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെങ്കിലും അങ്ങനെ ചുവന്ന അകത്തെ തൊലിയും കൂടെ കളയണം. നമ്മൾ ഈ കാച്ചിൽ ചെത്തി കഴിഞ്ഞ ഉടനെ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. ഇതിൻ്റെ കളറ് മാറും അല്ലെങ്കിൽ. ഇത് ഞാൻ കപ്പ വേവിച്ചെടുക്കുന്നത് പോലെ അരപ്പിട്ട് വേവിച്ചെടുക്കാനാണ്. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുവാണ്. ഇതിനൊരു വഴുവഴുക്കലുണ്ട്. കയ്യിൽ നിന്ന് തെന്നി പോകുകൊണ്ട് കത്തിയൊക്കെ പിടിക്കുമ്പോൾ ഇത് സൂക്ഷിച്ച് പിടിച്ച് തന്നെ ചെത്തണം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതൊരു 6-7 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വഴുവഴുപ്പിലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേകാനായിട്ട് അടുപ്പ് വെക്കാം. ഇതുപോലെ നിലക്ക് അല്പം കൂടുതൽ വെള്ളം കിടക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഒന്ന് ഈ തേങ്ങയും ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കതിന് പച്ചമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പച്ചമുളകിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. നമ്മളിത് താളിക്കാനുള്ളതും കൂടെ ആയതുകൊണ്ട് 2നും കൂടെയാണ് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 5-6 എണ്ണം നമുക്ക് താളിക്കാനായിട്ട് വെക്കാം. ബാക്കി ചുവന്നുള്ളി അരപ്പിനിട്ട് കൊടുക്കാം. കറിവേപ്പില, തേങ്ങ, എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, കാച്ചിലിനകത്തിട്ടാൻ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി.
കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചതച്ചെടുത്താൽ മതി, ഒട്ടും അരഞ്ഞു പോകരുത്. അരപ്പിനുള്ള ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. കാച്ചിൽ വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് പോരെങ്കിൽ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം, എന്നെങ്കിലേ കാച്ചിലിന് ശരിക്കും ഉപ്പ് പിടിക്കുള്ളൂ. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഇങ്ങനെ ഉണ്ടോ, ഇത് പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒന്ന് ഊറ്റി മാറ്റാം. കാച്ചിൽ ഉടച്ച് നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് താളിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. ചുവന്നുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഉള്ളി ഒന്ന് ചുമന്നിട്ടുണ്ട്. എപ്പോഴും കടുക് വറക്കുന്നതിന് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ, അതിൻ്റെ ഒരു ശരിക്കൊരു സുഗന്ധം കിട്ടണമെങ്കിൽ ഉള്ളി നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകാതെ ഉള്ളി നന്നായിട്ട് ചുമന്ന് കിട്ടണം. ഇപ്പം നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. അന്ന് നമ്മുടെ അരപ്പൊന്ന് വെന്ത് കിട്ടണം. അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. എന്നെങ്കിൽ നമ്മുടെ തേങ്ങ പച്ചത്തേങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വേകണം. അതിന് നന്നായിട്ടും തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കാച്ചിൽ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കാച്ചിൽ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇപ്പം ഇതിന് ഇത് ഇളക്കരുത്. ഇതിനെ നന്നായിട്ടൊന്ന് ആവി വരണം. അതിന് നമുക്കൊരല്പം നേരം ഒന്ന് മൂടി വെച്ചിട്ടാം. അപ്പോൾ അരപ്പും കാച്ചിലും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കാം. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ഇത് തീ കുറച്ചിടണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടയ്ക്ക് കടിക്കാൻ വേണമെന്നുള്ളവർക്ക് ഇത് ഒത്തിരി കുഴക്കണ്ട. അരപ്പും കാച്ചിലുമായിട്ട് നന്നായിട്ട് യോജിച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തി ഒഴിക്കണം. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം.
ഇപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. ഇനി ഒന്നോടെ ഒന്ന് ഇളക്കാം. നമ്മുടെ നാടൻ കാച്ചിൽ പുഴുക്ക് റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് നല്ല മീൻ കറിയോടൊപ്പം കഴിക്കാം. ഞാനിവിടെ ചെമ്മീനാണ് കറി വെച്ചിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.